ഈ കിടക്കുന്നത് നമ്മുടെ കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ് കേട്ടോ. അതായത് ഓൾറെഡി നമ്മൾ അതിനകത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ വീഡിയോ ആയിട്ടില്ലെന്നുള്ളൂ. ചെങ്ങോട്ട വഴിയൊക്കെ പോകുന്ന കേട്ടോ, ഇപ്പോൾ ഭഗവതിപുരം വഴിയൊക്കെ പോകുന്ന ഒരു വണ്ടിയാണത്. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടില്ല, എന്നാലും അടുത്ത് തന്നെ ആ ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ വണ്ടി കൊല്ലത്തോട് വിട പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ LHP റേക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ നല്ല വൈഡാണ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇത് തന്നെ ഉണ്ടോ ഇവിടെ നിൽക്കുന്നിടത്ത്. പൊതുവേ ഗരീബ്രഥത്തിലാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല വൈഡായിട്ട് ഫീൽ ചെയ്യും. കാരണം ഗരീബ്രഥത്തിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പകുതിയേ ഉള്ളൂ ആ ഒരു സൈസ് ഇവിടുത്തെ. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാവേ. ഇവിടെ നിന്ന് ആരുമില്ല കേട്ടോ. എന്തായാലും ഇതാണ് നമ്മുടെ 3 ടയർ എന്ന് പറയുന്നത്. കർട്ടൻ ഉണ്ട്, അതുപോലെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്ലീൻ കണ്ണാടീസാണ് ഇവിടെ ഉള്ളത്. ഏത് റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാലും അത്യാവശ്യം നല്ല രീതിക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഏത് ചെറിയ റെയിൽവേ സ്റ്റേഷൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ അകത്തുമുറിയൊക്കെ വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്, അവിടെയും അത്യാവശ്യം നല്ല രീതിക്ക് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ഇവിടെ പുതിയ ട്രാക്കിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കായംകുളം ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മിനിറ്റ് ഡിലേയിൽ. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് 2 ലൈനുകളുണ്ട്, ഒന്ന് കോട്ടയത്തേക്കും മറ്റൊന്ന് ആലപ്പുഴയിലേക്കും. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തിനെ അവഗണിക്കുന്ന പോലെയാണ് ഈ ഒരു ട്രെയിൻ. കാരണം കൊച്ചുവേളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പുള്ളത് കൊല്ലത്താണ്. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കായംകുളം, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള എല്ലാ സ്റ്റോപ്പും ഉണ്ട്. ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല, എറണാകുളം, ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട സഹിതമുണ്ട് കണ്ടോ. അതായത് സത്യം പറഞ്ഞാലേ നമ്മുടെ തിരുവനന്തപുരത്തെ അവഗണിക്കുക തന്നെയാണ്. അറ്റ്ലീസ്റ്റ് വർക്കലയെങ്കിലും ഒരു സ്റ്റോപ്പ് കൊടുക്കാം ഈ ഒരു രപ്തിസാഗറിന് അല്ലേ.